പാഠം 14 സുവിശേഷങ്ങളുടെ ചരിത്രപരമായ ഭൂമിശാസ്ത്രം. മഹാനായ ഹെരോദാവിന്റെ ഭരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം. ക്രിയുമോ 76 അലക്സാണ്ടർ ജാനിയസ് മരിച്ചു. തന്റെ രാജ്യം ഭാര്യയായ അലക്സാണ്ടർ സലോമയുടെ കൈകളിൽ വിട്ടു. അലക്സാണ്ടർ തന്റെ പുത്രനായ ജോൺ ഹിർക്കാനസ് ഏനെ അവളുടെ പിൻഗാമിയായി നിശ്ചയിച്ചിരുന്നു. പക്ഷേ അവൾ രോഗബാധിതയായിരിക്കുമ്പോൾ ജൂഡാസ് അരിസ്റ്റോബുലസ് കലഹിച്ച് തന്റെ മൂത്ത സഹോദരനിൽ നിന്ന് സിംഹാസനം പിടിച്ചെടുത്തു. ജോസഫ് നമ്മോട് പറയുന്നതുപോലെ ഇളയ സഹോദരൻ കൂടുതൽ ഉത്സാഹമുള്ള നേതാവായി തെളിഞ്ഞു. അരിസ്റ്റോബുലസ് അലക്സാണ്ടറിന്റെ എതിരാളികളായ പരീശന്മാരോടുള്ള പ്രീണനത്തിന് കീഴിൽ കഷ്ടപ്പെട്ടിരുന്ന സദൂക്യൻ പ്രഭുക്കന്മാരുമായി സഖ്യമുണ്ടാക്കിയിരുന്നതായി തോന്നുന്നു. സലോമയുടെ മരണം ഹിർക്കാനസും അരിസ്റ്റോബുലസും തമ്മിലുള്ള തുറന്ന സംഘർഷത്തിന് കാരണമായി. സഹോദരങ്ങൾ ശത്രുതകൾ അവസാനിപ്പിക്കാൻ സമ്മതിച്ചു. ഹിർക്കാനസ് തന്റെ മഹാപുരോഹിത പദവിയും സിംഹാസനവും വിട്ടുകൊടുക്കാൻ പോലും സമ്മതിച്ചു. ഈ സഹോദര സംഘർഷത്തിലേക്ക് ഭാവിയിലെ രാജാവായ ഹെരോദിന്റെ പിതാവായ ഇടുമേനായ ആന്റിപാറ്ററെ ജോസഫ് പരിചയപ്പെടുത്തുന്നു. ആന്റിപാറ്ററിന്റെ പിതാവിനെ മുഴുവൻ ഇടുമേയുടെ സ്ട്രാറ്റാഗോസായി അലക്സാണ്ടർ ജാനിയസ് നിയമിച്ചിരുന്നു. അവന്റെ മകൻ ഹെരോദ് ആ സ്ഥാനത്ത് അവനെ പിന്തുടർന്നു. ഹിർക്കാനസിനെ തന്റെ സ്ഥാനം വീണ്ടെടുക്കാൻ സഹായിക്കാൻ പിന്തുണയ്ക്കാൻ രാജാവ് ആരേദാസിനോട് അഭ്യർത്ഥിച്ചു. അലക്സാണ്ടർ ജാനിയസ് പിടിച്ചെടുത്ത നഗരങ്ങൾ മെദേബ്, ലീബ, ദബലോത്ത്, അർബോത്ത്, അകല് മറ്റ് 5 നഗരങ്ങൾ വീണ്ടെടുക്കുമെന്ന് ആരേദാസിന് വാഗ്ദാനം ചെയ്തു. BC 65 പെസഹ വേളയിൽ നബാറ്റിയൻ സൈന്യം ജെറുസലേം ഉപരോധിച്ചു. അവിടെ അരിസ്റ്റോബുലസ് ടെമ്പിൾ മൗണ്ടിലേക്ക് പിൻവാങ്ങി. ഹിർക്കാനസ് തന്റെ അമ്മയുടെ സദുക്കീഷ്യൻ വിരുദ്ധ നയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഭയന്ന സദുക്കീഷ്യൻ പുരോഹിതന്മാർ അർമേനിയയിലെ തന്റെ പ്രചാരണം അവസാനിപ്പിക്കുന്നതിനിടെ അരിസ്റ്റോബുലസ് പോംപിയെ പ്രതിരോധിച്ചു. മാർക്കസ് എമിലിയസ് സ്കോറസിനെ റോമൻ സൈന്യത്തോടൊപ്പം സിറിയയിലേക്ക് അയച്ചു. 2 സഹോദരന്മാരും കൈക്കൂലിയും റോമാക്കാരുടെ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തോട് ഒരു അപേക്ഷ സമർപ്പിച്ചു. പോംപി BC 64-63 ശൈത്യകാലം സിറിയയിൽ ചെലവഴിച്ചു. അവിടെ അദ്ദേഹം ഹിർക്കാനസിൽ നിന്നും അരിസ്റ്റോബുലസിൽ നിന്നും പ്രതിനിധികളെ സ്വീകരിച്ചു. അരിസ്റ്റോബുലസിന്റെയും പ്രതിനിധികളെ സ്വീകരിച്ചു. അരിസ്റ്റോബുലസിന്റെ ഉശിരമായ സ്വഭാവത്തെ പോംപെയി ഭയപ്പെട്ടു. അരിസ്റ്റോബുലസ് പോംപെയുടെ ഉത്തരവ് അനുസരിക്കാതെ പോയപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞു. അവനെ പിന്തുടരേണ്ടി വന്നു. അരിസ്റ്റോബുലസിന്റെ അശ്രദ്ധമായ സ്വഭാവത്തെ പോംപി ഭയപ്പെട്ടിരുന്നു. അരിസ്റ്റോബുലസ് പോംപിയുടെ കൽപ്പന അനുസരിക്കാത്തതിനാൽ അവനെ കണ്ടെത്തേണ്ടി വന്നപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞു. അരിസ്റ്റോബുലസിനെയും കുടുംബത്തെയും ചെങ്ങലയിൽ റോമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവന്റെ മകൻ അലക്സാണ്ടർ രക്ഷപ്പെട്ടു. ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. യഹൂദവാസസ്ഥലങ്ങൾ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. തെക്കൻ ഭാഗത്ത് ഇടുമയും പെരയും ഉൾപ്പെടുന്ന യഹൂദിയും വടക്കൻ ഭാഗത്ത് ഗലീലയും. ശത്രുതാപരമായ സമരിയ പ്രദേശം, ഗ്രീക്ക് നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ജെസ്സി താഴ്വരയായ എസ്ട്രലോത്തിന്റെ നഷ്ടം എന്നിവയാൽ അവർ വേർപിരിഞ്ഞു. യെരൂശലേം റോമൻ നികുതി നഗരമായി താഴ്ത്തപ്പെട്ടു. അവിടെ നിന്ന് ഹിർക്കാനസിന് യഹൂദയിലെ കാര്യങ്ങളുടെ മേൽനോട്ടം നൽകപ്പെട്ടു. അരിസ്റ്റോബുലസ് റോമിലെ തടവിൽ നിന്ന് തന്റെ ഇളയ മകൻ ആന്റിഗോണസിനൊപ്പം രക്ഷപ്പെട്ടപ്പോൾ യഹൂദയിൽ റോമൻ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഒരു തോൽവിക്ക് ശേഷം അവൻ മരിച്ച കടലിന്റെ കിഴക്കുള്ള ഹാസ്മോനിയൻ കോട്ടയായ മക്കേസിലേക്ക് പിന്മാറി. അവർ 2 ദിവസം പ്രതിരോധിച്ചു. അതിനുശേഷം അരിസ്റ്റോബുലസിനെ റോമിലേക്ക് മടക്കിക്കൊണ്ടുപോയി. 40 ക്രിയുമോ 40
പാർത്തിയൻ സേനകൾ റോമിന്റെ കിഴക്കൻ അതിർത്തിയെ വെല്ലുവിളിക്കാൻ സിറിയയിൽ കയറി. 37 വരെ ഹെരോദാവ് പാർത്തിയക്കാരുമായും മറ്റ് ശത്രുക്കളുമായും യുദ്ധം ചെയ്തു. അവൻ വിജയിച്ചു ഹാസ്മോനിയ വംശത്തെ അവസാനിപ്പിച്ചു. ആന്റിഗോണസിനെ ചെങ്കലയിൽ എറ്റിയാറിലേക്ക് കൊണ്ടുപോയി. രേഖപ്പെടുത്തിയ ആദ്യ സംഭവത്തിൽ റോമിൽ കീഴടക്കപ്പെട്ട ഒരു രാജാവിനെ ശിരച്ഛേദം ചെയ്തു. ഇനി ഹെരോദാവിന്റെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാം. റോമൻ സെനറ്റ് അനുവദിച്ച രാജ്യം നേടാൻ ഹെരോദാവിന് ഏകദേശം 3 വർഷമെടുത്തു. ക്രിയമോ 37 യെരൂശലേം പിടിച്ചെടുത്തതിനു ശേഷം അവൻ 34 വർഷം ഭരിച്ചു. അവന്റെ ഭരണകാലം 3 കാലഘട്ടങ്ങളായി വിഭജിക്കാം. ആദ്യ 12 വർഷങ്ങളിൽ ക്രിയമോ 37 മുതൽ 24 വരെ അവൻ അധികാരം ഉറപ്പിച്ചു. രണ്ടാം കാലഘട്ടം ക്രിയമോ 25 മുതൽ 13 വരെ വലിയ സമൃദ്ധിയുടെ കാലമായിരുന്നു. റോമുമായി അവന്റെ ബന്ധം നല്ലതായിരുന്നു. അവൻ തന്റെ വലിയ നിർമ്മാണ പദ്ധതികളിൽ പലതും പൂർത്തിയാക്കി. അവയുടെ ചിലത് ജെറിക്കോ, മസാദ്, കിസേരിയ, സെബാസ്റ്റ്യ അല്ലെങ്കിൽ സമാരിയ, ഹെറോഡിയം, യെരൂശലേം എന്നിവയായിരുന്നു. അവസാന വർഷങ്ങൾ ക്രിയമോ 13 മുതൽ 4 വരെ ആഭ്യന്തര കലഹങ്ങളും അവന്റെ ആരോഗ്യത്തിന്റെ ക്ഷേമം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. ഈ സമയത്ത് അവൻ തന്റെ ഭാര്യ മേരി, അമ്മായിയമ്മ, മക്കളായ അലക്സാണ്ടർ, അരിസ്റ്റോബുലസ് എന്നിവരുൾപ്പെടെ തന്റെ കുടുംബത്തിലെ പലരെയും കൊന്നു. തന്റെ മരണത്തിന് 5 ദിവസം മുമ്പ് തന്റെ മൂത്ത മകൻ ആന്റിപാറ്ററിനെ കൊന്നു. ഇപ്പോൾ യേശുവിന്റെ ജനം. മത്തായിയും ലൂക്കോസും യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മറിയും യോഹന്നാനും യോഹന്നാന്റെ ശുശ്രൂഷയോടെയാണ് ആരംഭിക്കുന്നത്. മത്തായിയും ലൂക്കോസും ബെത്ലഹേമിൽ യേശു ജനിച്ച സ്ഥലം തിരിച്ചറിയുന്നു. എന്നാൽ അവർ വ്യത്യസ്ത ചരിത്രപരമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് അത് ചെയ്യുന്നത്. മത്തായി യേശുവിന്റെയും ദാവീദിന്റെയും ബന്ധത്തെ പ്രാധാന്യം നൽകി. അതേസമയം യോഹന്നാന്റെ സുവിശേഷത്തിൽ ദാവീദിന്റെ പുത്രൻ എന്ന പദവിയും ബെത്ലഹേമിലെ ജനനവും ഇല്ല. ക്വിരീനിയസ് സിറിയയുടെ ഗവർണറായിരുന്നപ്പോൾ സീസർ അഗസ്റ്റസ് പുറപ്പെടുവിച്ച ഒരു കൽപ്പനയുടെ ഫലമായി ജോസും മറിയയും നസറത്തിൽ താമസിച്ചുവെന്നും ബെത്ലഹേമിലേക്ക് പോയെന്നും ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് ആകാശത്ത് ദൂതന്മാരുടെ പ്രത്യക്ഷതയും ദൂതന്മാരുമായി അനുഭവം പങ്കുവച്ച ഇടയന്മാരെയും കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. യോസേപ്പിന്റെ ബെത്ലഹേമിലെ രജിസ്ട്രേഷൻ അദ്ദേഹം യെരൂശലേമിന്റെ തെക്കൻ ഭാഗമായ യഹൂദ പ്രദേശത്തു നിന്ന് ഉദ്ഭവിച്ചതായി സൂചിപ്പിക്കുന്നു. ബെത്ലഹേമിലേക്ക് പോകുന്നതിനു മുമ്പ് യോസേപ്പ് നസറത്തിൽ താമസിച്ചിരുന്നതിന്റെ കാരണം നമുക്ക് അറിയില്ല. നസറത്ത് ഒരു ചെറിയ പുരോഹിതരാമമായിരുന്നു. അത് ഒരു ദൂരസ്ഥവും പ്രാധാന്യമില്ലാത്ത ഗ്രാമവുമായിരുന്നു. മത്തായിയും ലൂക്കോസും യേശുവിന്റെ ജനം ഹെരോദ് മഹാന്റെ അവസാന വർഷത്തിൽ വെച്ചിരിക്കുന്നു. ഇത് ഹെരോദ് തന്റെ സിംഹാസനത്തെക്കുറിച്ച് വളരെ ആശങ്കയിലായിരുന്ന സമയമായിരുന്നു. ആരെങ്കിലും തന്റെ അവകാശിയായി വരാൻ ശ്രമിക്കുമോ എന്ന്. ബെത്ലഹേമിലെ കുട്ടികളുടെ കൂട്ടക്കൊല മത്തായി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കഥയ്ക്ക് മറ്റേതെങ്കിലും പിന്തുണയില്ല. പക്ഷേ ഹെരോദിന്റെ സ്വഭാവം അറിയുന്നതിനാൽ ഇത് അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളുമായി നന്നായി പൊരുത്തപ്പെടുന്നു. ഈ സംഭവത്തിന് മുമ്പ് ജോസഫിന് ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ മുന്നറിയിപ്പ് ലഭിച്ചു. ഹെരോദിന്റെ മരണത്തിന് ശേഷം വരെ അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ താമസിച്ചു. ഹെരോദിന്റെ മകൻ അർക്കിലാവസ് യഹൂദയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ ജോസഫ് തന്റെ കുടുംബത്തെ കൊണ്ടുപോയി നസറത്തിൽ താമസിക്കാൻ. മത്തായിയുടെ വാചകത്തിന് നല്ലൊരു വ്യാഖ്യാനം നൽകാൻ നോട്ട്ലി ശ്രദ്ധിക്കുന്നു. അവൻ യേശു നസറേയൻ എന്നു വിളിക്കപ്പെടും.
ഇത് യേശയ്യ 42:6 എടുത്തിരിക്കണം. അതിൽ പറയുന്നു, നീതിയിൽ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈപിടിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. ജനങ്ങൾക്ക് ഒരു ഉടമ്പടി ആയും ഏഷ്യക്കാർക്ക് ഒരു വെളിച്ചം ആയും നിന്നെ ആക്കും. ഈ ഊന്നൽ നസറത്ത് എന്നതിലല്ല, യേശുവിനെ വെളിപ്പെടുത്താൻ ശരിയായ സമയം വരുന്നവരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിലാണ്. താഴ്ന്ന ഗലീലയ്ക്ക് യാത്രയെ എളുപ്പമാക്കുന്ന നിരവധി താഴ്വരകൾ ഉണ്ട്. മുകളിലെ ഗലീലയിൽ ഇവ ഇല്ല. കിഴക്കടിഞ്ഞാർ താഴ്വരകൾ ബെത്ഹിഗാരിം, ഹനത്തോൻ, ബെയ്തു നെറ്റോഫ്, തുരാൻ എന്നിവയാണ്. ഇപ്പോൾ നഗര കേന്ദ്രങ്ങൾ വികസിച്ചിരിക്കുന്ന മേലയിൽ താഴ്ന്ന ഗലീലയുമായി കൂടുതൽ പുറം ബന്ധം ഉണ്ടായിരുന്നു. യേശു പലപ്പോഴും തന്റെ നസറത്തിലെ വീട്ടിൽ നിന്ന് കഫർനഹൂമിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹം തന്റെ ബാല്യകാല വീട്ടിൽ നിന്ന് ഗലീല കടലിലേക്ക് ടോളമേയൂസ് ഡയറക്റ്റ് പ്രധാന പാത എടുത്തതായി തോന്നുന്നു. ഈ എഴുത്തിൽ കാനായിൽ യേശുവിനെ പലപ്പോഴും പരാമർശിക്കുന്നു. വാസ്തവത്തിൽ കാനായിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആദ്യ അത്ഭുതം നടന്നു. അത് യേശുവിന്റെ ഗലീല കടലിലേക്കുള്ള യാത്രാമാർഗത്തിലെ ഒരു വഴിസ്ഥാനം ആയിരിക്കാം. നസറത്തിൽ നിന്ന് കഫർനഹൂമിലേക്ക് ഏകദേശം 30 മൈൽ ഒരു ദിവസത്തിനുള്ളിൽ തീരാനാവാത്ത ദൂരം. കാന നസറത്തിൽ നിന്ന് 7 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഗലീല കടൽ പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. കാനയുടെ സ്ഥലം ബെയ്റ്റ് നെറ്റോഫ് താഴ്വരയിലെ ഹെരോദാവുമായി തിരിച്ചറിയപ്പെടണം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ നിപ്പാനിയേൽ കാനയിൽ നിന്നുള്ളയാളായിരുന്നു. ഇപ്പോൾ ഗലീല കടലിന്റെ ആദ്യ നൂറ്റാണ്ടിലെ പരിസരങ്ങൾ എന്തായിരുന്നു? യേശുവിന്റെ ശുശ്രൂഷയുടെ സംഭവങ്ങൾ യെരൂശലേമിന് പുറത്തായി ഗലീല കടലിന്റെ ചുറ്റുപാടുകളിലാണ്, പ്രത്യേകിച്ച് കായലിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ. തിബീരിയാസ് ഹെറോദ് ആന്റിപാറ്റ സ്ഥാപിച്ച പുതിയ നഗരമായിരുന്നു. ദുർഭാഗ്യവശാൽ അവൻ അത് എവിടെ വെക്കണമെന്ന് ശ്രദ്ധിച്ചില്ല. യേശു ആ സ്ഥലത്ത് ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല. അത് ഒരു പഴയ ശ്മശാനത്തിന്മേൽ നിർമ്മിക്കപ്പെട്ടതാണ്. തിബീരിയാസിൽ നിന്ന് കായലിന്റെ തീരത്തു കൂടി വരുന്ന വഴിയിലെ മൗണ്ട് അർബേൽ പാറയുടെ അടിവാരത്താണ് മഗ്ദല. മഗ്ദല എന്നത് മത്സ്യക്കോട്ട എന്നർത്ഥമുള്ള പദത്തിൽ നിന്നാണ് വന്നത്. ആ നഗരത്തിന് മറ്റൊരു പേരാണ് തരികി. അതിൻ്റെ അർത്ഥം ഉപ്പുവെച്ച മത്സ്യം എന്നാണ്. ആദ്യ നൂറ്റാണ്ടിൽ ആ നഗരത്തിലെ പ്രധാന വ്യവസായം മത്സ്യബന്ധനമായിരുന്നെന്ന് നിങ്ങൾക്ക് കാണാം. യേശു ഗന്നസറത്ത് നിന്ന് ഒരു മത്സ്യബന്ധന കപ്പലിൽ യാത്ര തിരിച്ചു. അവൻ മഗ്ദലയുടെ കോട്ടയ്ക്ക് അടുത്തെത്തിയിരിക്കാം. മഗ്ദല മറിയത്തിന്റെ നാടാണ് മഗ്ദല. അവൾ ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചു. യേശുവിന്റെ ശൂന്യകല്ല് കണ്ടെത്തിയവരോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന നഗരം കഫർനഹൂമാണ്. നസറത്തിൽ നിന്ന് യേശുവിനെ തള്ളിക്കളഞ്ഞതിനു ശേഷം യേശു കഫർനഹൂമിലേക്ക് മാറി. ഇത് അവന്റെ വീടായി. പത്രോസിനും അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ പാരമ്പര്യ സ്ഥലത്തിന് മുകളിൽ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നു. ഖഫർനഹൂമിൽ 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഉള്ള ഒരു സിനഗോഗും ഉണ്ട്. ആദ്യകാല ഗലീലിയൻ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ സിനഗോഗാണിത്. ആ സൈറ്റിലെ പുരാവസ്തു തെളിവുകൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും സഹോദരത്വത്തിൽ ജീവിച്ചിരുന്നതായി സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കാണുന്ന ജൂതപള്ളിയുടെ താഴെ വളരെ പഴയ കാലഘട്ടത്തിൽ പെട്ട 2 ജൂതപള്ളികൾ കൂടിയുണ്ട്. യേശു അത്ഭുതങ്ങൾ നടത്തിയ സ്ഥലങ്ങളായി പരാമർശിക്കുന്ന 3 ഗലിലേയ നഗരങ്ങൾ കഫർനഹൂം, കൊറാസിൻ, ബെത്സൈദ എന്നിവയാണ്. ഗലിലേയ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യാത്തത് കൊറാസിൻ മാത്രമാണ്. ഇത് കഫർനഹൂമിന്റെ 2 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്നു. പുരാവസ്തു തെളിവുകൾ പ്രകാരം
4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആ നഗരം ഒരു ഭീകരമായ ഭൂകമ്പം അനുഭവിച്ചു, പക്ഷേ അത് പുനർനിർമ്മിക്കപ്പെട്ടു. കൊറാസിനിൽ അവർ മോശയുടെ സിംഹാസനം കണ്ടെത്തി. യേശു തിരുവെഴുത്തുകൾ വായിക്കാൻ എഴുന്നേറ്റു, പിന്നെ പഠിപ്പിക്കാൻ ഇരുന്നു. ഇത് മോശയുടെ സിംഹാസനത്തിൽ ആയിരിക്കും. സീദ് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു. 4-ാമത്തെ സുവിശേഷത്തിന്റെ പരമ്പരാഗത കാഴ്ചപ്പാടിൽ ഇത് ഫിലിപ്പ്, ആൻഡ്രൂ, പത്രോസ് എന്നിവരുടെ വീടായിരുന്നു. ബെത്സൈദയുടെ സ്ഥലം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. 2 സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലം എൽ അറാജ്, മറ്റൊന്ന് എറ്റൽ. ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ഇത് ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ഹെറോദ് ഫിലിപ്പ് ഗ്രീക്കോ റോമൻ നഗരമാക്കി മാറ്റി ജാനിയസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഫിലിപ്പ് ജനസംഖ്യ വർദ്ധിപ്പിച്ചു, നഗരത്തിന്റെ കോട്ടകൾ ശക്തിപ്പെടുത്തി. ബെത്സൈദയിൽ വിജാതീയരും ജൂതന്മാരുമായ ഒരു സമൂഹമുണ്ടായിരുന്നു. കപ്പലിൽ എത്തിച്ചേരാൻ സാധ്യമായിരുന്നു. നഗരം ഗലീൽ കടലിന്റെ തീരത്തായിരുന്നു. ഇത് യോർദാൻ നദിയിൽ നിന്ന് ഏകദേശം 660 അടി അകലെയായിരുന്നു. ഇത് താഴ്ന്ന ഗോലാനിറ്റിസിൽ ആയിരുന്നു. ഉയർന്ന മലനിരകളുടെ എതിർവശത്ത് സമീപ പ്രദേശം ഒരു ചതുപ്പുനിലവും ഉൾപ്പെടുത്തിയിരുന്നു. എറ്റൽ ബെത്സൈദയിലേക്ക് സൂചിപ്പിക്കുന്ന തെളിവുകൾക്ക് അനുയോജ്യമല്ലെന്ന് നോട്ട്ലി പല കാരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് തടാകത്തിൽ നിന്ന് 1.8 മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പർവ്വതത്തിന്റെ ഭൗതിക ഉയരം ചുറ്റുമുള്ള തടാകത്തിന്റെ നിലവരിയേക്കാൾ വളരെ ഉയർന്നതാണ്. ഇത് 22 അടി ഉയരമാണ്. തടാകത്തിന് ഒരു സ്ഥിരമായ തീരം നൽകാൻ മതിയായ ഉയരമുണ്ടായിരുന്നെങ്കിൽ കഫർനഹൂമിന്റെ തീരം, ടിബീരിയാസിന്റെയും കുർസിയുടെയും തുറമുഖങ്ങൾ, തടാകത്തിന്റെ എല്ലാം ആദ്യ നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന കുടിയേറ്റങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയനെ. മറ്റൊരു പ്രശ്നം പ്രാരംഭ റോമൻ കാലഘട്ടത്തിന്റെ, അതായത് പുതിയ നിയമ കാലഘട്ടത്തിന്റെ തെളിവുകളുടെ പൂർണ്ണ അഭാവമാണ്. ആ സ്ഥലത്ത് ഒരു റോമൻ ക്ഷേത്രത്തിന്റെ തെളിവുകളൊന്നും കാണപ്പെട്ടില്ല. ഇപ്പോൾ ബെരേസിയൻ ഗദാരിയൻ സംബന്ധിച്ച പ്രശ്നത്തെക്കുറിച്ച്. യേശുവിന്റെ ഭൂതബാധിതനുമായുള്ള കൂടിക്കാഴ്ച എല്ലാ സുവിശേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. തേരുകളുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശപരമായ പ്രശ്നമുണ്ട്. ഗദാര ടോപ്പാർച്ചിയുടെ തലസ്ഥാനം ഗലിലയ കടലിന്റെ തെക്ക് കിഴക്കായി ഏകദേശം 6 മൈൽ അകലെയായിരുന്നു. ഗെരാസോവ് ഏകദേശം 33 മൈൽ അകലെയായിരുന്നു. ഗെരാസോവും ഗദാരിയൻ സംബന്ധിച്ച പ്രശ്നം ഓറിജൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഗെരാസോവ് നിർദ്ദേശിച്ചു. ഇപ്പോൾ ടിബീരിയാസ് എന്ന് വിളിക്കുന്ന തടാകത്തിനരികിലെ ഒരു പുരാതന നഗരം അവിടെയുള്ള ഒരു പാറ തടാകത്തിലേക്ക് കുനിഞ്ഞുകിടക്കുന്നു. അവിടെ നിന്നാണ് പന്നികളെ ഭൂതങ്ങൾ താഴേക്ക് തള്ളിയതെന്ന് അവർ കാണിക്കുന്നു. നമ്മുടെ പഠനത്തിന്റെ ലക്ഷ്യത്തിന് യൂസീബിയസിനും ജൂതമിദ്രാശിനും ആ സ്ഥലവുമായി ഉള്ള പരിചയം പ്രധാനമാണ്. ഗിർഗാഷ് മുതൽ ഗലിലയ കടലിന്റെ തെക്കുഭാഗത്തുള്ള ഗെർഷ്ക ഗുർഗിസാവിലേക്ക് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ പുരാതന ഗ്രാമത്തിന്റെ ചുറ്റുപാടുള്ള പ്രദേശം സുവിശേഷകർ അവതരിപ്പിച്ച വിശദാംശങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ്. ഗെർഗേസാവിന്റെ സമീപത്താണ് ഉയരത്തിന്റെ ചരിവുകൾ ഗലിലയ കടലിന്റെ തീരത്തേക്ക് കുത്തനെ ഇറങ്ങുന്നത്. യേശുവിന്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള മത്തായിയുടെയും മറിയയുടെയും വിവരണത്തിന് മറുവശത്തും ലൂക്കോസിന്റെ എതിർവശത്തും അതിന്റെ സ്ഥാനം യോജിക്കുന്നു. ഗലിലേയ. ഇപ്പോൾ നാം യേശുവിന്റെ അവസാന ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഗലിലയിൽ നിന്ന് യേശു പെസഹയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ യെരൂശലേമിലേക്ക് സമീപിച്ചു. യെരിഹോ വഴി യാത്ര ചെയ്തതിലൂടെ അദ്ദേഹം പെരയും ട്രാൻസ്ജോർഡാനും വഴി സൈറ്റോപോളിസ് പ്രദേശം കടന്നുപോയെന്ന് സൂചിപ്പിക്കുന്നു.
ഗലിലയിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യാൻ യേശു പല വഴികളും ഉപയോഗിച്ചു. സമാരിയ വഴി നടത്തിയ യാത്രയുമായി നമുക്ക് പരിചയമുണ്ട്, പക്ഷേ ചിലപ്പോൾ ആ വഴി ഒഴിവാക്കേണ്ടി വന്നിരുന്നു. ഇത് ഒരു നിർണായക പാതയായിരുന്നു. ഇത് നേരിട്ടുള്ളതായിരുന്നു. 3 ദിവസമേ എടുക്കൂ. എന്നാൽ യഹൂദന്മാരും സമാരിക്കാരും തമ്മിലുള്ള കലഹം കാരണം ഇത് ചിലപ്പോൾ വളരെ അപകടകരമായതായി കണക്കാക്കപ്പെട്ടു. പ്രാചീന സ്രോതസ്സുകളിൽ പരാമർശിക്കുന്ന ഗലിലയിൽ നിന്നും 3-ാമത്തെ പാത എഫ്രയീം മലനിരകളിലൂടെ ആന്റിപാട്രിസിലേക്ക്, ബെത്ത് ഹോറോൻ മലനിരയിലൂടെ യെരൂശലേമിലേക്ക് കയറുന്നതാണ്. യെരിഹോയിൽ നിന്ന് യേശു യെരൂശലേമിലേക്ക് തന്റെ വഴി കണ്ടെത്തി. പെസഹ ഭക്ഷണം നഗരത്തിനുള്ളിൽ കഴിക്കേണ്ടതുണ്ടായിരുന്നു. കൂടാതെ ഭക്ഷണം ക്രമീകരിക്കാൻ ശിഷ്യന്മാർ നടത്തിയ ശ്രമം യേശു പെസഹ ഭക്ഷണവുമായി ബന്ധപ്പെട്ട റബ്ബി നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെന്നതിന് വ്യക്തമായ സൂചനയാണ്. എന്നാൽ തീർത്ഥാടകരുടെ എണ്ണം നിമിത്തം യേശു ബെഥനിയിൽ താമസിച്ചു, ഒരുപക്ഷേ മറിയയുടെയും മർക്കോസിന്റെയും വീട്ടിൽ. പക്ഷേ അവരുടെ മുൻ സൗഹൃദമല്ലാതെ മറ്റൊരു നേരിട്ടുള്ള തെളിവും ഇതിനില്ല. ബെഥനി ജെറുസലേമിൽ നിന്ന് 2 മൈലിൽ താഴെയായിരുന്നു. പെസഹ ഭക്ഷണം എവിടെ കഴിച്ചുവെന്നതിനെക്കുറിച്ച് യെരൂശലേമിന്റെ നഗരത്തിനുള്ളിൽ ആയിരുന്നു എന്നതൊഴികെ മറ്റേതെങ്കിലും സൂചനയില്ല. മറിയം പറയുന്നു അത് മുകളിലെ ഒരു മുറിയായിരുന്നു എന്ന്. ക്രിസ്തീയ പരമ്പരാഗതം ഈ മുറി യെരൂശലേമിന്റെ പടിഞ്ഞാറൻ കുന്നിന്റെ തെക്കൻ ചെരിവുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിന് തെളിവുകളില്ല. ഭക്ഷണത്തിന് ശേഷം സ്തുതിഗാനങ്ങൾ പാടപ്പെട്ടു. സാധ്യതയുള്ളത് സങ്കീർത്തനം 113 മുതൽ 118 വരെ ഉള്ള ഹല്ലേൽ ആയിരിക്കാം. പിന്നീട് യേശുവും ശിഷ്യന്മാരും ഒലിവുമലയിൽ പോയി. മത്തായിയും മറിയവും ആ സ്ഥലം ഗെത്സേമനെ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ശബ്ബത്ത് യാത്രാ നിയന്ത്രണങ്ങൾ കാരണം അവർ ആ രാത്രി ബെഥനിയിൽ തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ യൂദാസ് ഒരു കൂട്ടം ദൈവാലയ ജീവനക്കാരുമായി വന്നു. സമീപത്ത് പാളയമിറങ്ങിയിരുന്ന മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഈ സംഘത്തെ വേർതിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു. യൂദാസ് ഒരു ചുംബനത്തിലൂടെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പടിഞ്ഞാറൻ കുന്നിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കയ്യഫാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മറ്റ് സ്ഥലങ്ങളും സാധ്യമാണ്. പുരോഹിതന്മാർ അവരുടെ അടിച്ചമർത്തൽ, രഹസ്യ സ്വഭാവം, സാമ്പത്തിക ദുഷ്പെരുമാറ്റം എന്നിവയ്ക്ക് വിമർശിക്കപ്പെട്ടു. പുലർച്ചെ യേശുവിനെ സൻഹെദ്രിനിലേക്ക് കൊണ്ടുവന്നു. ലൂക്കോസ് ഒരു കൗൺസിൽ ചേംബറിനെ സൂചിപ്പിക്കുന്ന പദം യേശുവിൻ്റെ ശിക്ഷാവിധിയിലും റോമാക്കാർക്കുള്ള മാറ്റത്തിലും പൂർണ്ണ സൻഹെദ്രിനേക്കാൾ കുറവാണെന്ന് തോന്നുന്നു. സാധാരണയായി സൻഹെദ്രിൻ ആരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനെ എതിർത്തു. ഒരു ജൂത ലിഖിതത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഇങ്ങനെയാണ്: ഒരു ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 7 വർഷത്തിനുള്ളിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സാൻഹെദ്രിൻ 70 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും വധശിക്ഷയ്ക്ക് വിധേയമാകില്ലായിരുന്നുവെന്ന് റബ്ബി എലീസർ ബെൻ അസരിയ പറയുന്നു എന്ന് റബ്ബി ടാർഫോണും റബ്ബി അഗിവയും പറയുന്നു. നമ്മൾ സാൻഹെദ്രിനിൽ അംഗങ്ങളായിരുന്നെങ്കിൽ ആരെയും ഒരിക്കലും വധശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നില്ല. സ്റ്റീവ് നോട്ട്ലിയുടെ അഭിപ്രായത്തിൽ ഹന്നാവിൻ്റെ വംശജർ, അതായത് ഹന്നാവ്, കയ്യഫാവ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നിവർ മാത്രമേ ഇത് പ്രവൃത്തികൾ 4 കുറയ്ക്കുക 6 താരതമ്യം ചെയ്യുന്നുള്ളൂ. അവരുമായി അടുപ്പമുള്ളവർ ശിലാമുറിയിൽ സന്നിഹിതരായിരുന്നു. യേശുവിനെ ചോദ്യം ചെയ്തു. തുടർന്നുള്ള ഘട്ടങ്ങളുമായി ഇത് കൂടുതൽ യോജിക്കുന്നു. യേശുവിൻ്റെ കുറ്റാരോപകർ എടുത്തതാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൻഹെദ്രീമിൻ്റെ പൂർണ്ണ അംഗീകാരം ലഭിക്കുമായിരുന്നില്ല. ഒരു സഹജൂതനെ റോമാക്കാരുടെ കയ്യിൽ അവനെ വധിക്കാനുള്ള സാധ്യതയോടെ കൈമാറുന്നത് ജൂതരുടെ അഭിപ്രായത്തിൽ അത്തരം വലിപ്പമുള്ള ഒരു ലംഘനമായി കണക്കാക്കപ്പെട്ടു. അത് എക്കാലത്തേക്കും ക്ഷമിക്കാനാവാത്തതായിരുന്നു. യേശുവിനെ പൊന്തിയൂസ് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ കലാപത്തിന് ആരോപിച്ചു. പടിഞ്ഞാറൻ കുന്നിലെ മഹാനായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ പ്രറ്റോറിയത്തിലായിരുന്നു പീലാത്തോസ്.
ജെറുസലേമിലെ ഹെരോദാവിൻ്റെ കൊട്ടാരം റോമൻ ഗവർണറുടെ വസതിയായിരുന്നുവെന്ന് ഫിലിപ്പും ജോസും റിപ്പോർട്ട് ചെയ്യുന്നു. യേശു ഗലീലയിൽ നിന്നാണ് വന്നതെന്ന് പീലാത്തോസ് അറിഞ്ഞപ്പോൾ യേശുവിനെ ഗലീലയും പെരയും ഭരിക്കുന്ന ഹെറോഡ് ആന്റിപാറ്റർ തെക്ലാർക്കിന് കൈമാറാൻ ശ്രമിച്ചു. അദ്ദേഹം മുൻ ഹാസ്മോനിയൻ കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നു. യേശു ഹെരോദാവിന് ഉത്തരം നൽകാൻ തയ്യാറായില്ല. അതിനാൽ അവനെ പർപ്പിൾ വസ്ത്രം ധരിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. പീലാത്തോസ് യേശുവിനെ ശിക്ഷിച്ച് വിട്ടേക്കാൻ ശ്രമിച്ചു. പുരോഹിത കുടുംബം അവനെ വധിക്കാൻ നിർബന്ധിച്ചു. ശിക്ഷിക്കപ്പെട്ട യേശുവിനെ ക്രൂശിക്കാനായി നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അബിഗോഡ് ജോസഫ് പരാമർശിച്ച ആ മതിൽ വഴി യെരൂശലേം നഗരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏക ഗേറ്റ് ആയ ഗന്നത് ഗേറ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി നിഗമനം ചെയ്തു. പഴയ നിയമ കാലഘട്ടത്തിൽ ഇത് ഒരു ചുണ്ണാമ്പുകല്ല് ഖനിയുടെ സ്ഥലം ആയിരുന്നു. യേശുവിന്റെ പരമ്പരാഗത ശവകുടീരം നൂറ്റാണ്ടുകളായി ഗുരുതരമായി നശിച്ചിരിക്കുന്നു. ഗോൽഗോത്തയുടെ പരമ്പരാഗത സ്ഥലം 1-ാം നൂറ്റാണ്ടിലെ യെരൂശലേമിന്റെ മതിലുകൾക്ക് പുറത്തായിരുന്നു എന്നതാണ് മികച്ച തെളിവ്. യേശുവിൻ്റെ മരണം, ശവസംസ്കാരം, പുനരുത്ഥാനം എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇപ്പോഴും ഈ സ്ഥലമാണ്. ഇപ്പോൾ പുനരുത്ഥാനത്തിനും സുവിശേഷങ്ങളും പൗലോസും റിപ്പോർട്ട് ചെയ്തപോലെ യേശു ശവകുടീരത്തിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു. ശവസംസ്കാരത്തിനായി ശരീരം തയ്യാറാക്കാൻ മതിയായ സമയം ഇല്ലാത്തതുപോലെ തോന്നിയിരുന്നെങ്കിലും നിക്കോഡെമോസും ജോസും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ശരീരം തുണിയിൽ പൊതിഞ്ഞു. ശബ്ബത്ത് കഴിഞ്ഞ് ശവസംസ്കാരത്തിനുള്ള യഥാർത്ഥ ചടങ്ങ് നടത്താൻ സ്ത്രീകൾ തയ്യാറായിരുന്നുവെന്ന് തോന്നുന്നു. കല്ല് മാറ്റിയിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരം കണ്ടെത്തിയില്ല. മറിയ മഗ്ദലീനയോട് യേശു തൻ്റെ തിരിച്ചറിയൽ വെളിപ്പെടുത്തി. അവൾ അത് അപ്പോസ്തലന്മാരോട് അറിയിച്ചു. അപ്പോസ്തലന്മാർ പല പ്രദർശനങ്ങൾക്ക് സാക്ഷ്യം പറയുന്നു. ഇതിൽ സീഫാസും 12 പേരും ഒരേ സമയം 500-ലധികം പേരും പിന്നെ പൗലോസും ഉൾപ്പെടുന്നു. എമ്മാവൂസിലേക്ക് പോകുന്ന 2 പുരുഷന്മാർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. അവർ സംസാരിക്കുമ്പോൾ യേശു അവരോടൊപ്പം ചേർന്നു. തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അവൻ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതുവരെ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അവർ മറ്റുള്ളവരെ അറിയിക്കാൻ യെരൂശലേമിലേക്ക് തിരിച്ചു. നമുക്ക് എമ്മാവൂസ് കണ്ടെത്തണം. പരാമർശിക്കപ്പെട്ട ഒരു സ്ഥലം നിക്കോപോളിസ് ഇൻലോസ് ആണ്. പക്ഷേ ഇത് യെരൂശലേമിൽ നിന്ന് വളരെ അകലെയാണ്. ലൂക്കോസ് പറയുന്നതനുസരിച്ച് ഇത് യെരൂശലേമിൽ നിന്ന് 7 മൈൽ അകലെ 60 സ്റ്റേഡിയ ആയിരുന്നു. നിക്കോപോളിസ് മോസ് ആ ദൂരം കവിയുന്നു. അത് ജെറുസലേമിൽ നിന്ന് ഏകദേശം 22 മൈൽ അകലെയാണ്. യോസഫ് യെരൂശലേമിനോട് അടുത്തുള്ള മറ്റൊരു എമ്മാവൂസിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അത് 30 സ്റ്റേഡിയ ദൂരത്തിലായിരുന്നു. ഒരുപക്ഷേ ലൂക്കോസിന്റെ അളവിൽ യെരൂശലേമിലേക്കുള്ള തിരിച്ചുവരവ് ഉൾപ്പെട്ടിരിക്കാം. കാരണം ആ രാത്രിയിൽ തന്നെ അവർ യെരൂശലേമിലേക്ക് തിരിച്ചുപോയി എന്ന് വാക്യത്തിൽ പറയുന്നു. പുനരുത്ഥാനം. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ അയക്കുമെന്ന് താൻ ആരംഭിച്ചതിനെ തുടരുമെന്ന് വാഗ്ദാനം ചെയ്തു. പെസഹ കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷം ജൂതന്മാർ പെന്തക്കോസ്ത് ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഈ പരിപാടിക്കായി ജെറുസലേമിൽ എത്തുന്നു. പ്രാർത്ഥനയ്ക്കായി കൂടിവന്ന ക്രിസ്ത്യാനികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ ക്രിസ്ത്യാനികൾ പുറപ്പെടുവിച്ച ശബ്ദം ദേവാലയത്തിലുണ്ടായിരുന്ന പലരെയും ആകർഷിച്ചു. അവർ എല്ലാവരും ദൈവത്തെ അവരുടെ സ്വന്തം ഭാഷയിൽ സ്തുതിക്കുന്നത് കേട്ടു. പക്ഷേ സംസാരിച്ചിരുന്നവർ ഗലീലയിൽ നിന്നുള്ളവരായിരുന്നു. പത്രോസ് അവരോട് എന്താണ് നടക്കുന്നതെന്ന് വിശദീകരിച്ചു. അവരോട് ഒരു പ്രസംഗം നടത്തി. ഇത് 300 പേരുടെ മതപരിവർത്തനത്തിന് കാരണമായി. അവർ പിന്നീട് സ്നാനം ചെയ്തു. ടെമ്പിൾ മൗണ്ടിന്റെ തെക്കൻ പ്രവേശനത്തിന് സമീപമുള്ള പുതിയ ഖനനങ്ങളിൽ നിരവധി മിക്കോട്ടുകൾ, അതായത് ആചാരസ്നാന കുളങ്ങൾ കണ്ടെത്തിയതായി നോട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു.
ബൈസന്റൈൻ കാലത്തും തുടർന്ന് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാൽ കൂടുതൽ പലതും നശിപ്പിക്കപ്പെട്ടിരിക്കാം. ഇവ സ്നാനത്തിനായി ഉപയോഗിച്ചിരിക്കാം. ആത്മാവ് അവരിൽ വരുന്നതിനെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിലും മുഴുവൻ യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിരിക്കും എന്നും പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. ഇത് പ്രവൃത്തികളുടെ പുസ്തകം എഴുതുന്നതിൽ ലൂക്കോസ് പിന്തുടർന്ന രൂപരേഖ നമുക്ക് നൽകുന്നു. ഈ യഹൂദന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയപ്പോൾ അവർ സ്വീകരിച്ച സുവിശേഷം പങ്കുവച്ചു. ഇത് സന്ദേശം വ്യാപിപ്പിക്കുകയും റോമൻ സാമ്രാജ്യത്തിലുടനീളം പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു.